കർത്താവിന് തന്ന മറ്റൊരു ശക്തമായ വചനമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായത്തിൽ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വളരെ ശക്തമായ വചനമാണ്. തീർച്ചയായും ഇത് നിങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കേണ്ട നല്ല വചനഭാഗമാണ്. സന്താനഭാഗ്യം ഇതുവരെ വിവാഹം കഴിഞ്ഞ് കുറേ നാളുകളായി സന്താനഭാഗ്യം ലഭിക്കാത്തവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു വചനഭാഗമാണിത്. അതുപോലെ തന്നെ സന്താനങ്ങളുള്ളവർക്ക്, നമ്മുടെ മക്കൾക്ക് അവരുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും പരീക്ഷാ വിജയത്തിനും ജോലി ഭാഗ്യത്തിനും വിവാഹ തടസ്സങ്ങൾ മാറി വിവാഹം നടക്കാനും എല്ലാത്തിനും പറ്റിയ ഏറ്റവും നല്ലൊരു വചനഭാഗമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായത്തിൽ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വചനം ഇങ്ങനെയാണ്: നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശ്ശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. നീ ഇരുവശത്തേക്കും അതിരുകൾ ഭേദിച്ച് വ്യാപിക്കും. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജനനിബിഡമാക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയുമില്ല. നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും, വൈധവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയുമില്ല. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഭൂമി മുഴുവൻ്റെയും ദൈവം എന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. ആമേൻ.